Hello my dear students. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിലെ എക്സാമിന് ആവശ്യമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ ഷോർട്ട് ടൈമിലേക്ക് ചുരുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് പഠിക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതാണല്ലോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ദ ഹോമോജീനിയസ് മിക്സ്ചർ കണ്ടെയ്നിങ് 2 or more components അല്ലേ? അതായത് രണ്ടോ അതിലധികമോ കമ്പോണന്റുകൾ അടങ്ങിയിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൊല്യൂഷൻ. ഏതൊരു സൊല്യൂഷൻ ആണെങ്കിലും അതിനൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ കുറേ ടേമുകൾ ഉണ്ട് അല്ലേ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഈ 3 ടേമുകളും. അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് വിളിക്കുക. നോക്കൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാരിറ്റി. മക്കളെ, മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? മൊളാരിറ്റി is equal to given mass of solute into 1000 divided by molar mass of solute into volume of solution in milliliter. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഇതാണ് മൊളാരിറ്റി. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? കാണാതെ പഠിക്ക്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആദ്യം കാണണം. അതായത് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അതാണ് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ. അതിലേക്ക് പോകേണ്ട, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇവിടെ മില്ലി ലിറ്ററിന് പകരം ലിറ്റർ ആണെങ്കിൽ മുകളിൽ എന്തിൻ്റെ ആവശ്യമില്ല? 1000ന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി മക്കളെ, മൊളാരിറ്റിയുടെ പ്രത്യേകതയാണ് അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ മൊളാരിറ്റി കുറയും. ദാറ്റ് മീൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. ഇനി ഉണ്ടല്ലോടാ, മൊളാരിറ്റി പോലെ തന്നെയാ മൊളാലിറ്റി. പക്ഷെ എന്താ? 1 ലിറ്റർ സൊല്യൂഷനിലല്ല നമ്മൾ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്നത്. പിന്നെ എവിടെയാ? നമുക്ക് നോക്കാം. മൊളാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താടാ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെയും അപ്ലിക്കബിളാ. എന്താ? ഇവിടെ ഗ്രാമിലാവുമ്പോഴാണ് മുകളിൽ 1000 വേണ്ടത്. കിലോഗ്രാമിലാവുമ്പോൾ 1000ന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സാറേ, ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റി ആണ്. മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 1 കിലോഗ്രാം സോൾവെന്റിലാണെങ്കിൽ മൊളാലിറ്റി, 1 ലിറ്റർ സൊല്യൂഷനിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ മൊളാരിറ്റി. മറക്കരുത് കേട്ടോ. അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മോൾ ഫ്രാക്ഷൻ. വളരെ സിമ്പിളാ. ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. നോക്കൂ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് എ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. നമുക്ക് എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കാണണമെന്ന് വിചാരിക്കുക. ഈ എക്സ് പോലെ ഇട്ട സാധനം ഉണ്ടല്ലോ, അതിനെ കൈ എന്നാ വായിക്കുക. കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണാൻ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ എങ്ങനെയാ കാണാടാ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ NA + NB. ഇനി ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാ കാണുക? അതിന് ബിന്റെ നമ്പർ ഓഫ് മോൾസ് കാണുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ NA + NB ചെയ്യുക. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടും കേട്ടോ. ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മതി.
സോ സിമ്പിൾ. നോക്കൂ നിങ്ങൾ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റിനെ മൊളാലിറ്റി എന്നല്ലേ വിളിക്കുക? അതെ. ഡിസ്റ്റിങ്വിഷ് മൊളാലിറ്റി അറിയാം. അതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാലിറ്റി ആണെന്ന് അറിയാം. അതൊക്കെ അറിയുന്ന കാര്യമാണ്. നോക്കൂ, ഇവിടെ മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഇതിനെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനുമാണ്. മൊളാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യണോടാ? 3.2 ഗ്രാം മെത്തനോൾ ഉണ്ട്, അതേപോലെ 4.6 ഗ്രാം എത്തനോൾ ഉണ്ട്. അവരുടെ മോൾ ഫ്രാക്ഷൻ കാണണം. അപ്പൊ ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് അല്ലേ കാണുന്നുണ്ട്? മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ മാസ് 3.2 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ എങ്ങനെയാ കാണുക? ഗിവൺ മാസ് 4.6 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 46, അഗൈൻ ഈക്വൽ ടു 0.1. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 0.2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ 0.1 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.1 again equal to 0.5 അല്ലടാ? ദിസ് ഇസ് ദ ഐഡിയ. അപ്പം മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ കൃത്യമായി പഠിക്കണം. അതെന്താന്ന് പഠിക്കണം, ഇക്വേഷൻ പഠിക്കണം. ഇങ്ങനെ പ്രോബ്ലംസ് വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. റെഡിയല്ലേ? യെസ്. ഇനി മക്കളെ നമ്മൾ പോകുന്നത് സോൾവബിലിറ്റിയിലേക്ക്. എന്താ സോൾവബിലിറ്റി? നമ്മളെടുത്തിരിക്കുന്ന സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഒരു സബ്സ്റ്റൻസിന് പരമാവധി എത്ര ഡിസോൾവ് ചെയ്യാൻ കഴിയും, ആ മാക്സിമം എമൗണ്ടിനെയാണ് ആ സബ്സ്റ്റൻസിന്റെ സോൾവബിലിറ്റി എന്ന് പറയാം. നമ്മളെടുത്തിരിക്കുന്ന സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഒരു സബ്സ്റ്റൻസിന് പരമാവധി എത്ര ഡിസോൾവ് ചെയ്യാൻ കഴിയും, ആ മാക്സിമം എമൗണ്ടിനെയാണ് അതിന്റെ സോൾവബിലിറ്റി എന്ന് പറയുക. എന്താ മക്കളെ പറയാ? സോൾവബിലിറ്റി എന്ന് പറയാ. മറന്നു പോവരുത്. സോൾവബിലിറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോൾവബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോൾവബിലിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായും എഫക്റ്റ് ചെയ്യുന്നത് പ്രഷറും ടെമ്പറേച്ചറുമാണ്. മക്കളെ, പ്രഷറിന്റെ എഫക്റ്റ് നമ്മൾ പറയുന്നത് ഹെൻറീസ് ലോ വെച്ചിട്ടാണ്. രണ്ട് രൂപത്തിൽ നമ്മൾ ഹെൻറീസ് ലോ പറയാറുണ്ട്. ഒന്നെന്താണെന്നറിയോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സോൾവബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോൾവബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതായത് ഗ്യാസിന്റെ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് ആ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോൾവബിലിറ്റി എന്ത് ചെയ്യും? കൂടും. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സോൾവബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹെൻറീസ് ലോ. രണ്ട് ഹെൻറീസ് ലോ തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ്. എന്താന്ന് വായിച്ചു നോക്ക്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ഒരു ഗ്യാസിന്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ സൊല്യൂഷൻ. എന്താ മക്കളെ? പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ ഒരു ഗ്യാസിന്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ എന്താണ്? സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? മോൾ ഫ്രാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി സൈനെ ഈക്വൽ സൈൻ ആക്കി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവശ്യമാണ്. ഇവിടെ ഞാൻ എടുത്ത കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KH. എന്താടാ പേര്? KH. എന്താ KH എന്ന് പറഞ്ഞാൽ? അതിനെ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്നാ പറയാ, അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്തു, എല്ലാ ഗ്യാസിന്റെയും KHന്റെ വാല്യൂ സെയിം ഒന്നുമല്ല, ഡിഫറൻറ്റാ. ഒരു ഗ്യാസിന്റെ KHന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഗ്യാസിന്റെ സോൾവബിലിറ്റി കുറവാണ് എന്നാ. ആ ഗ്യാസിന്റെ എന്ത് കുറവാണെന്നാണ്? സോൾവബിലിറ്റി കുറവാണ് എന്ന. മക്കളെ, നിങ്ങൾ മനസ്സിലാക്ക്, ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോൾവബിലിറ്റി അതിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. രണ്ടും എന്ത് തന്നെയാ? ഹെൻറീസ് ലോ തന്നെയാ. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് KH എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റിയെ പ്രഷർ എങ്ങനെയാ എഫക്ട് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി ടെമ്പറേച്ചറിലേക്ക് പോകണം. അതിന്റെ മുന്നൊരു കാര്യമുണ്ട്. ഹെൻറീസ് ലോന് പ്രധാനപ്പെട്ട 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻ? ഒന്ന്, സോഡ വാട്ടർ ഇല്ലേ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽസ് ഇല്ലേ, അത് ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനാ. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആളുകൾക്ക് അനോക്സിയ അനുഭവപ്പെടാറുണ്ട്. അത് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. മക്കളെ, സ്ക്യൂബ ഡൈവേഴ്സ് ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ അവർക്ക് ബെൻഡ് എന്ന് പറയുന്ന ഹൈലി പെയിൻഫുൾ സിറ്റുവേഷൻ അനുഭവപ്പെടാറുണ്ട്. അത് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഈ 3 അപ്ലിക്കേഷനിൽ ഏതെങ്കിലും 2 അപ്ലിക്കേഷൻ നിർബന്ധമായി പഠിക്കണം. അത് എക്സാമിന് എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാ. ക്ലിയർ ആണല്ലോടാ? യെസ്. ഇനി നമ്മൾ പ്രഷർ കഴിഞ്ഞാൽ ഇനി ടെമ്പറേച്ചറിന്റെ എഫക്റ്റിലേക്കാ പോകുന്നത്. വളരെ സിമ്പിളാ മക്കളെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയി പറയാം. ഇതെന്താ? ഇത് നമ്മുടെ ലിക്വിഡാണ്. ശ്രദ്ധിച്ചു കേൾക്ക്. ഇത് നമ്മുടെ ലിക്വിഡാ. ഈ ലിക്വിഡിലേക്ക് ആരാ ഡിസോൾവ് ചെയ്യാൻ പോകുന്നത്? ഈ ലിക്വിഡിലേക്ക് ഒരു ഗ്യാസ് ആണ് ഡിസോൾവ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. എന്ത് പ്രോസസ്സാ മക്കളെ? ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാ. എടാ, എക്സോതെർമിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സോലുബിലിറ്റി കുറയും. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സോലുബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് ചൂട് കൂടുതലുള്ള വെള്ളത്തിൽ അക്വാറ്റിക് ഓർഗാനിസങ്ങൾ കംഫർട്ടബിൾ അല്ല. അവർ ചൂട് കുറവുള്ള സ്ഥലത്തേക്ക് പോവേണ്ടി വരും. കാര്യം എന്താ? ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ഓക്സിജൻ ഉണ്ടാവില്ല. ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാ അക്വാറ്റിക് ഓർഗാനിസങ്ങൾക്ക് അല്ല ആർക്കും നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരവിടെ കംഫർട്ടബിൾ അല്ല എന്ന കാര്യം പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് വരാറുണ്ട്. നോക്കൂ, നിങ്ങൾ ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അക്വാറ്റിക് ഓർഗാനിസങ്ങൾ എന്തുകൊണ്ടാണ് ചൂട് കുറവുള്ള സ്ഥലത്ത് കംഫർട്ടബിൾ ആവുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് 3ഉം ഈ പറഞ്ഞത് വെച്ച് എഴുതാൻ കഴിയില്ലേ? കഴിയണം. അടുത്തത് ബെൻഡും അനോക്സിയും നമ്മൾ പറഞ്ഞതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഇനി മക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ലോയിലേക്ക് നമ്മൾ പോവാ. അതിനെയാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. എന്താ മക്കളെ റൗൾസ് ലോ? റൗൾസ് ലോ പറയാൻ വേണ്ടി 2 വോളട്ടൈൽ ലിക്വിഡുകൾ നമ്മൾ എടുക്കണം. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പറായി പോകുന്ന ലിക്വിഡുകളാ. നോക്കൂ, ഞാൻ ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ ലിക്വിഡും ബി എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ ലിക്വിഡും എടുത്തിട്ടുണ്ട്. രണ്ടാളും വേപ്പറായി പോവല്ലോ, അതിനാണല്ലോ വോളട്ടൈൽ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്സ് അടങ്ങിയ ഒരു സൊല്യൂഷൻ എടുത്താൽ ദ partial vapor pressure of each component in solution. ഈ സൊല്യൂഷനിലുള്ള 2 കമ്പോണന്റുകളുടെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? അവരുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. എന്ന് പറഞ്ഞാൽ PA പ്രൊപ്പോർഷണൽ ടു കൈ എ. എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. അതേപോലെ തന്നെ PB എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താടാ? കൈ ബി. അതായത് വോളട്ടൈൽ ലിക്വിഡ്സ് അടങ്ങിയ ഒരു സൊല്യൂഷൻ എടുത്താൽ അതിലടങ്ങിയിട്ടുള്ള 2 കമ്പോണന്റുകളുടെയും പാർഷ്യൽ വേപ്പർ പ്രഷർ അവരുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. ഇതിനെയാണ് നമ്മൾ റൗൾസ് ലോ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി സൈനെ ഈക്വൽ സൈൻ ആക്കി മാറ്റാം. അപ്പൊ ഒരു കോൺസ്റ്റന്റ് വേണമല്ലോ, അതാണ് PA0. അതേപോലെ ഇവിടെയും നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എടുക്കാം, അത് PB0. അല്ല സാറേ, PA എന്ന് പറഞ്ഞാൽ എന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ, PB എന്ന് പറഞ്ഞാൽ ബിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ, കൈ എ എന്ന് പറഞ്ഞാൽ എന്റെ മോൾ ഫ്രാക്ഷൻ, കൈ ബി എന്ന് പറഞ്ഞാൽ ബിന്റെ മോൾ ഫ്രാക്ഷൻ. എന്താ PA0 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ്
പ്യുർ കമ്പോണന്റ് എ. അപ്പൊ PB0 എന്ന് പറഞ്ഞാലോ ബി എന്ന് പറയുന്ന പ്യുർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറാണ് PB0 എന്ന് പറയുന്നത്. അപ്പൊ റൗൾസ് ലോ നിങ്ങൾ ഡിഫൈൻ ചെയ്തു പഠിക്കണം. ഈ റെപ്രസെന്റേഷൻ വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി മക്കളെ, നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിലേക്ക് ഈ ഗ്രാഫ് ഒന്ന് പെട്ടെന്ന് വരച്ചെടുത്തേ. കാര്യം ഇത് പഠിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റൗൾസ് ലോന്റെ ഗ്രാഫ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗ്രാഫാ. നോക്കൂ, ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ടോ ഇവിടെ കൈ A1 കൈ B0, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൈ A0 കൈ B1. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. അത് PA എൻഡ് ചെയ്യുന്ന പോയിന്റ് PA0. ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കുക, അത് PB എൻഡ് ചെയ്യുന്നത് PB0. അത് രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുക, അത് P ടോട്ടൽ എന്ന് പറഞ്ഞാൽ PA പ്ലസ് PB. 2-3 തവണ നിങ്ങളുടെ മുന്നിലുള്ള പേപ്പറിൽ ഇത് വരച്ചു നോക്കണം. ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റാ. റൗൾസ് ലോ മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റാ. കാരണം എന്താണെന്നറിയോ, ഈ റൗൾസ് ലോ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് പറയാൻ, ഐഡിയലും നോൺ ഐഡിയലും പറയാൻ. മക്കളെ, വളരെ സിമ്പിളാണിത്. എന്താ ഐഡിയൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറ, എന്താ ഐഡിയൽ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണിത്. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാ. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഐഡിയൽ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് റൗൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ PA ഈക്വൽ ടു PA0 കൈ A ആണ്, PB ഈക്വൽ ടു PB0 കൈ B. രണ്ടാമത്തത് ഡെൽറ്റ V മിക്സിംഗ് 0. അതായത് സൊല്യൂട്ടും സോൾവെന്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നില്ല, വോളിയത്തിന് ഉണ്ടാവുന്ന ചേഞ്ച് 0. 2 എൻതാൽപി ചേഞ്ച് 0. സൊല്യൂട്ടും സോൾവെന്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് എൻതാൽപി ചേഞ്ച് ഉണ്ടാവുന്നില്ല, എൻതാൽപി ചേഞ്ച് 0. ഇനി ഇതെങ്ങനെ വായിക്കാന്നറിയോ? സോൾവെന്റ് ഇന്ററാക്ഷൻ. അതേപോലെ സൊല്യൂട്ട് ഇന്ററാക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അതായത് സോൾവെന്റിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു അട്രാക്ഷൻ ഇല്ലേ, അതേപോലെ സൊല്യൂട്ടിന്റെ ഇടയിൽ അട്രാക്ഷൻ ഇല്ലേ, അതിന് ഈക്വൽ ആണ് അവർ മിക്സ് ചെയ്താൽ ഉണ്ടാവുന്ന സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ഇടയിലുള്ള ഇന്ററാക്ഷൻ അഥവാ അട്രാക്ഷൻ. ക്ലിയർ ആണോ? യെസ്. ഇനി അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആളാണ് ഐഡിയൽ. പോരാ, ഈ 4 ഫീച്ചർ പഠിക്കണം. ഈ എക്സാമ്പിൾ എന്താ? ബെൻസീൻ പ്ലസ് ടോളുവീൻ, ഹെക്സൈൻ പ്ലസ് ഹെപ്റ്റൈൻ, ക്ലോറോയിത്തേൻ പ്ലസ് ബ്രോമോയിത്തേൻ. ഒരു എക്സാമ്പിൾ എങ്കിലും പഠിക്കുക. പോരാ, ഐഡിയലിന്റെ ഗ്രാഫ് പഠിക്കണം. എങ്ങനെയാണെന്നറിയോ? റൗൾസ് ലോന്റെ അതേ ഗ്രാഫാണ്. ആരുടെ ഗ്രാഫ്? ഐഡിയലിന്റെ ഗ്രാഫ്. അതുകൊണ്ടാണ് അത് പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. റൗൾസ് ലോന്റെ അതേ ഗ്രാഫ് ഐഡിയൽ. കാര്യം റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ അല്ലടാ ഐഡിയൽ സൊല്യൂഷൻ. യെസ്. അപ്പൊ സാറേ, നോൺ ഐഡിയലോ? നേരെ ഓപ്പോസിറ്റ്. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നേരത്തെ അതേ ഫീച്ചറാ, പക്ഷെ ഈക്വൽ ടു ഉള്ളതൊക്കെ നോട്ട് ഈക്വൽ ടു ആക്കണം. അതാണ് നോൺ ഐഡിയലിന്റെ ഫീച്ചർ. അപ്പൊ ഐഡിയലിന്റെ 4 പോയിന്റ് പഠിച്ചവർക്ക് അവിടെയുള്ള ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആക്കിയാൽ അത് നോൺ ഐഡിയലിന്റെ പോയിന്റ് ആക്കി പറയാൻ കഴിയും. ഇനി ഒരു കാര്യം, നോൺ ഐഡിയൽ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ, 2 നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ. എന്ത് സിമ്പിളാന്ന് അറിയോടാ? നമ്മൾ എന്താ പറഞ്ഞത്? ഈ 4 പോയിന്റ് അല്ലേ നോൺ ഐഡിയലിൻ്റെത്. അപ്പൊ അവിടെ ഈക്വൽ ടുവിന് പകരം നോട്ട് ഈക്വൽ അല്ലേ? ആ നോട്ട് ഈക്വൽ ടു മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവ്ലി ഡീവിയേറ്റിംഗ് നോൺ ഐഡിയലിന്റെ 4 ഫീച്ചറായി. ആ എന്താ പറയുക, നോട്ട് ഈക്വൽ ടു മാറ്റിയിട്ട് ലെസ് ദാൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി ഡീവിയേറ്റിംഗിന്റെ 4 ഫീച്ചറായി. ബുദ്ധിമുട്ടുണ്ടോടാ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈക്വൽ ടു ഇട്ടാൽ ഐഡിയൽ, നോട്ട് ഈക്വൽ ടു ഇട്ടാൽ നോൺ ഐഡിയൽ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പോസിറ്റീവ്ലി ഡീവിയേറ്റിംഗ്, ലെസ് ദാൻ ആണെങ്കിൽ നെഗറ്റീവ്ലി ഡീവിയേറ്റിംഗ് നോൺ ഐഡിയൽ. എത്ര സിമ്പിളാ. ഇനി നോക്കൂ എക്സാമ്പിൾ. ഒരു ജനറൽ പോയിന്റ് മനസ്സിലാക്ക്. എത്തനോൾ വന്നാൽ അല്ലെങ്കിൽ ആൽക്കഹോൾ വന്നാൽ
ആ ഒരു പോസിറ്റീവ് ഡീവിയേഷനാ കാണിക്കുക. അപ്പൊ എത്തനോൾ പ്ലസ് വാട്ടർ പോസിറ്റീവാ, എത്തനോൾ പ്ലസ് അസറ്റോൺ പോസിറ്റീവാ, ആൽക്കഹോൾ ഉണ്ടോ പോസിറ്റീവാ. ഇനി നെഗറ്റീവിന്റെ എക്സാമ്പിൾ എന്താ അറിയോ? ഒരു ഐഡിയ ഉണ്ട്, ആസിഡ് വന്നാൽ നെഗറ്റീവാണ്. നോക്കൂ നിങ്ങൾ, HCl പ്ലസ് വാട്ടർ നെഗറ്റീവാ, HNO3 പ്ലസ് വാട്ടർ നെഗറ്റീവാ, ആസിഡ് വന്നോ നെഗറ്റീവാണ്. വേറൊരു കാര്യം നോക്കൂ, ഇത് എക്സാമിന് ചോദിക്കുന്നതാ. എന്താ? ക്ലോറോഫോമിന്റെയും അസറ്റോണിന്റെയും മിക്സർ, അവര് നെഗറ്റീവ് ഡീവിയേഷനാ കാണിക്കുക. കാരണം എന്താ അറിയോ? അവിടെ ആസിഡ് ഉള്ളതുകൊണ്ടല്ല, കാരണം അവർക്കിടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ക്ലോറോഫോമിന്റെയും അസറ്റോണിന്റെയും ഇടയിൽ, അതേപോലെ ഫിനോളിന്റെയും അനിലിന്റെയും ഇടയിൽ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ നെഗറ്റീവ് ഡീവിയേഷനാ കാണിക്കുക എന്നുള്ള കാര്യം ഓർമ്മയിൽ കീപ്പ് ചെയ്തേ പറ്റൂ, ഇമ്പോർട്ടൻ്റാ. ഇനി ഗ്രാഫ് എന്താ അറിയോ? നേരത്തെ അതേ ഗ്രാഫ്, വൈ ആക്സിസ് എക്സ് ആക്സിസ് ഒന്നും മാറുന്നില്ല. പക്ഷെ നേരെ വരച്ച 3 ലൈനിന് പകരം ആ ലൈന് മുകളിലേക്ക് കയറ്റി വരക്കണം. അപ്പോഴാണത് പോസിറ്റീവിൻ്റെ ഗ്രാഫ് ആവുക. ഇനി നെഗറ്റീവിൻ്റെ ഗ്രാഫോ, ഈ ആക്സിസിൽ എഴുതിയതൊക്കെ ഒരേ സാധന. വ്യത്യാസം എന്താ? സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുന്നവരെ താഴോട്ട് ഇറക്കി വരക്കണം. മുകളിലേക്ക് കയറ്റി വരച്ചാൽ പോസിറ്റീവ്ലി ഡീവിയേറ്റിംഗ്, അപ്പൊ താഴേക്ക് ഇറക്കി വരച്ചാലോ നെഗറ്റീവ്ലി ഡീവിയേറ്റിംഗ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ടത് മക്കളെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെ നോട്ടിലേക്ക് പെട്ടെന്ന് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ഇത് ഉണ്ടാവും, അതൊന്ന് പഠിച്ച് ഉറപ്പാക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോയാൽ മതി. അപ്പോൾ ഐഡിയൽ എന്താ, നോൺ ഐഡിയൽ എന്താ, പോസിറ്റീവ് എന്താ, നെഗറ്റീവ് എന്താ, അവരുടെ ഗ്രാഫ് എന്താ, അവരുടെ എക്സാമ്പിൾ എന്താ, ക്ലോറോഫോം പ്ലസ് അസറ്റോണിന്റെ പോയിന്റ് എന്താ, ഇത് പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ മക്കളെ, ഇത് പഠിച്ചിട്ട് പോയാൽ മതി. അടുത്തതിലേക്ക് പോവാം. റൗൾസ് ലോ ചോദിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എത്തനോൾ പ്ലസ് അസറ്റോൺ, മക്കളെ എത്തനോൾ വന്നാൽ പിന്നെ റൗൾസ് ലോ ഒബേ ചെയ്യില്ല, അവർ പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുക. അവരുടെ ഗ്രാഫ് എങ്ങനെയാ? ആ 3 ലൈന് മുകളിലേക്ക് കയറ്റി വരച്ചാൽ പോസിറ്റീവിന്റെ ഗ്രാഫായി. ഇനി വല്ലപ്പോഴും ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസിയോട്രോപ്പ്. മക്കളെ എന്താണ് അസിയോട്രോപ്പ് എന്ന് പഠിക്കുക. 2 ടൈപ്പ് അസിയോട്രോപ്പ് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക, ഇത്രേ ആവശ്യമുള്ളൂ. മക്കളെ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി മിക്സറാണ്. എങ്ങനെ? അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി മിക്സറാ. എന്താ ബൈനറി മിക്സറിന്റെ പ്രത്യേകത? അതിന് ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും സെയിം കമ്പോസിഷൻ ആയിരിക്കും. ബൈനറി മിക്സർ ഹാവിംഗ് സെയിം കമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. അത്ര മതി, ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും സെയിം കമ്പോസിഷൻ ഉള്ള ബൈനറി മിക്സറിന്റെ പേരാണ് അസിയോട്രോപ്പ്. മക്കളെ അസിയോട്രോപ്പ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാ. 2 കാര്യം പഠിക്കുക. ഒന്നെന്താണെന്നറിയോ? കൂടുതൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകളാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പായിട്ട് മാറുക, വിച്ച് ഷോസ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പഠിക്ക്. എന്താ? 95% എത്തനോൾ സൊല്യൂഷൻ. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും സെയിം കമ്പോസിഷൻ ഉള്ള ബൈനറി മിക്സറിന്റെ പേരാണ് അസിയോട്രോപ്പ്. പിന്നെന്താ പറഞ്ഞേ? ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. ലാർജ് പോസിറ്റീവ് ആണ് മിനിമം ആയിട്ട് മാറുക. അതിന്റെ കൂട്ടത്തിലൊരു കാര്യമുണ്ട്, 95% എത്തനോൾ സൊല്യൂഷൻ എന്താ? പോസിറ്റീവിന്റെ എക്സാമ്പിളാണ്. ഇനി നെഗറ്റീവ് എങ്ങനെയാ? ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ ആണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. അത് മതി. ഒരു എക്സാമ്പിൾ എന്താ? 68% നൈട്രിക് ആസിഡ്, 32% വാട്ടറിന്റെ ഒരു മിക്സർ എടുത്താൽ മതി. 68% നൈട്രിക് ആസിഡ്, 32% വാട്ടർ. അപ്പൊ എന്താ ഞാൻ പഠിക്കാൻ പറഞ്ഞേ? ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും സെയിം കമ്പോസിഷൻ ഉള്ള ബൈനറി മിക്സറിന്റെ പേരാണ് അസിയോട്രോപ്പ്. അവര് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ മിനിമം ബോയിലിംഗ്, അതിന്റെ എക്സാമ്പിൾ ആ 95% എത്തനോൾ സൊല്യൂഷൻ. ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകളാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. അതിന്റെ എക്സാമ്പിൾ ആണ് 68% നൈട്രിക് ആസിഡ്, 32% വാട്ടർ. ഓക്കെ ആണോടാ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതിന്റെ പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. മക്കളെ
എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാ. ആ പാർട്ടിക്കിളിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോക്കൂ, പ്രോപ്പർട്ടീസ് വിച്ച് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദർ നേച്ചർ. പാർട്ടിക്കിളിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, പാർട്ടിക്കിളിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ പോയിന്റ് അത് പഠിക്കുക. 2, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരെ പേര് പഠിക്കുക. ഏതൊക്കെയാ? 1, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. 3, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. 4, ഓസ്മോട്ടിക് പ്രഷർ. മക്കളെ, എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പഠിക്ക്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ പേര് പഠിക്ക്. ഇനി ഓരോന്നിലും ആവശ്യമുള്ളത് പറയാം. 1, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ ഈ 2 ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 1, PA0 മൈനസ് PA ഡിവൈഡഡ് ബൈ PA0. ഇതിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാ. മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. രണ്ടാമത്തെ പോയിന്റ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എക്സ്പാൻഡ് ചെയ്താൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു molar mass of solvent divided by molar mass of solute into given mass of solvent. ഈ 2 ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. ആ ബോയിലിംഗ് പോയിന്റ് കൂടുന്നതിനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. എടാ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പൊ എങ്ങനെയാ? കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB is equal to KB ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. എടാ, പേപ്പറിൽ എഴുതി വെക്കത്, അത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്ത്. വളരെ ഇമ്പോർട്ടൻ്റാ. ഇവിടെയുള്ള KB ഉണ്ടല്ലോടാ, അതിനെ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്നാ പറയാ. അത് കാണാൻ മൊളാലിറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. എടാ, മൊളാലിറ്റി 1 ആണെങ്കിലേ KB എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് തന്നെയാണ്. നോട്ട് ചെയ്യണം. വാട്ടറിന്റെ KB വാല്യൂ പഠിക്ക്. എത്രയാ? 0.51 അല്ലെങ്കിൽ 52 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. എക്സാമിന് ആവശ്യമുള്ളതാ. നോക്കൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് അറിയുന്നതാണ്. അടുത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB is directly proportional to molality. അതിൽ നിന്നാണല്ലോ ഡെൽറ്റ TB is equal to KB into molality വരുന്നത്. അറിയാം. ചോദ്യം എന്താ? Yes, derive an expression to obtain molar mass of the solute. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ട് മൊളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ആക്കി ഇതിനെ മാറ്റണം എന്നാ പറയുന്നത്. സിമ്പിൾ അല്ലടാ, നമുക്കറിയുന്നതല്ലേ. ഡെൽറ്റ TB is equal to KB into molality. What is molality? Molality എന്ന് പറഞ്ഞാൽ given mass of solute into 1000 divided by molar mass of solute into given mass of solvent in gram. ഇതല്ലേ? ഇതിൽ നിന്ന് മൊളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയല്ലേ എടുക്കുക. സോ മൊളാർ മാസ് എന്താന്ന് മക്കൾ പറ. മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് is equal to KB into given mass of solute into 1000 divided by delta TB താഴേക്ക് വന്നു. delta TB into given mass of solvent in gram. ഇതാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞത്. സിമ്പിൾ അല്ലടാ. അപ്പൊ ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത്. ആ കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാ. അതറിയാമെങ്കിൽ ജസ്റ്റ് ഡെൽറ്റ TB താഴേക്ക് ഇറക്കുന്നു, MB മുകളിലേക്ക് കയറ്റുന്നു, നമുക്ക് മൊളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീന് തന്നിട്ടുണ്ട്. അതിലേക്ക് 1.80 ഗ്രാം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എലിവേറ്റ് ചെയ്യുന്നു, കൂടുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ മോളാർ മാസ്. ഇക്വേഷൻ ഇവിടെ ഉണ്ട്. KB യോടാ
ജസ്റ്റ് ഇത് കെബിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.53 ആണ്, ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 1.80 ആണ്, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ, മക്കളെ ഡെൽറ്റ ടി ബി എത്രയാ? ആദ്യം ഇതായിരുന്നു ബോയിലിംഗ് പോയിന്റ്, സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അത് റേസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ എത്ര റേസ് ചെയ്തു എന്ന് കിട്ടും? അതെത്രയാ? 354.11 മൈനസ് എത്രയാടാ? 353.23. ഇത് മൈനസ് ചെയ്താൽ എത്ര എലിവേറ്റ് ചെയ്തു എന്ന് കിട്ടും? ഗിവൺ മാസ് എത്രയാടാ? 90 ഗ്രാം ആണ് ക്വസ്റ്റ്യനിലുണ്ട്. ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. നിങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതേണ്ട ഒരു വാല്യൂ പോലും അവിടെ ഇല്ല, എല്ലാം ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷേ ഈ ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം, അത് റീഅറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം, പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. ഓക്കെയാണ് മക്കളെ? അപ്പൊ നിർബന്ധമായിട്ട് അത് പഠിച്ചു തന്നെ പോവുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എന്താണെന്നറിയോ? നേരത്തെ നമ്മളൊരു പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ബോയിലിംഗ് പോയിന്റ് എലിവേറ്റ് ചെയ്യുക ചെയ്തേ, ബോയിലിംഗ് പോയിന്റ് കൂടുകയാ ചെയ്തേ. പക്ഷെ ഫ്രീസിംഗ് പോയിന്റ് അങ്ങനെയല്ല. ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുക. ആ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നതിനെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, മക്കളെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് കാണാനുള്ള ഇക്വേഷൻ KF ഇൻറ്റു മൊളാലിറ്റി. അത് എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെയാ കിട്ടുക, ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ അതേ ഇക്വേഷനാ, പക്ഷേ ബി മാറ്റി പകരം എഫ് കൊടുക്കണം എന്നുള്ള ഒരേ ഒരു ചേഞ്ചേ ഉള്ളൂ. ഇവിടെ ഒന്നും മാറ്റമില്ല, ഇവിടെ ഒന്നും മാറ്റമില്ല. ബിക്ക് പകരം എഫ് എടുക്കണം, ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾ പറ, എന്താ KF എന്ന് പറഞ്ഞാൽ? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്. മൊളാലിറ്റി ലെഫ്റ്റിലേക്ക് വന്നാൽ KF is equal to delta TF divided by molality. അഥവാ മൊളാലിറ്റി 1 ആണെങ്കിൽ KFന്റെ വാല്യൂ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന് ഈക്വൽ ആണ് എന്നർത്ഥം. വാട്ടറിന്റെ KF വാല്യൂ 1.86 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ. നിർബന്ധമായി പഠിക്കേണ്ടതാണ്, അത് ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ ക്വസ്റ്റ്യൻ. 1 ഗ്രാം നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് 50 ഗ്രാം ബെൻസീനിൽ ആഡ് ചെയ്ത സമയത്ത് ലോവേർഡ് ദ ഫ്രീസിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു, ഡിപ്രസ് ചെയ്തു. എത്രയാ? 0.40 കെൽവിൻ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് മോളാർ മാസ്. എങ്ങനെയാ മക്കളെ പറ? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ KF ഇൻറ്റു മൊളാലിറ്റി. എന്താ മൊളാലിറ്റി? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറ. മൊളാർ മാസിനെ മുകളിലേക്ക് കയറ്റുക, ഡെൽറ്റ ടി എഫിനെ താഴേക്ക് ഇറക്കുക. അപ്പം മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു KF ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. റെഡി? ഇനി നിങ്ങൾ പറ, KFന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5.12 ആണ്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 1 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇവിടെ MB അല്ലല്ലോ, MB ഇങ്ങോട്ട് പോയല്ലോ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഡെൽറ്റ ടി എഫ്. ഓക്കെ, ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എത്രയാ ഡിപ്രസ് ചെയ്തത് പറ? 0.40 ആണ് ഡിപ്രസ് ചെയ്തത്. ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് 50 ഗ്രാം ആണ് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. സോ ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. നോക്കൂ, നിങ്ങൾ ആവശ്യമുള്ള എല്ലാ ഡാറ്റയും ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൺഫ്യൂഷൻസ് ഇല്ല, പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. ഓക്കെ അല്ലേടാ? യെസ്. അടുത്തതിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അഥവാ ഡെൽറ്റ ടി എഫ്. ഡെൽറ്റ ടി എഫ് കാണാൻ KF ഇൻറ്റു മൊളാലിറ്റി ആണ്. മക്കളെ നോക്കൂ, നിങ്ങൾ ഇവിടെ KF തന്നിട്ടുണ്ട്, 0.2 മൊളാൽ എന്ന് പറഞ്ഞ മൊളാലിറ്റിയും തന്നിട്ടുണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള കാര്യമാണോടാ അത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തതിലേക്ക് നമുക്ക് വരാം മക്കളെ, അടുത്തതിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻ്റ്.
ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മാറ്റിക് പ്രഷർ. നോക്കൂ, എന്താ അത്? ഞാനൊരു ബീക്കർ എടുക്കുന്നുണ്ട്. ഞാനൊരു ബീക്കർ എടുത്തു. ആ ബീക്കറിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച. സാറേ, എന്താ സെമി പെർമിയബിൾ മെംബ്രെയിൻ? സോൾവെന്റ് മോളിക്യൂളുകളെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിനിനെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് സോൾവെന്റിനെ മാത്രമാണ് കടത്തിവിടുക, സൊല്യൂട്ടിനെ കടത്തിവിടില്ല. ഞാൻ എന്താ ഇവിടെ എടുക്കുന്നത്? ഞാൻ ഇവിടെ എടുക്കുന്നത് പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് എന്ന് പറഞ്ഞ സോൾവെന്റ് മാത്രം. ഇവിടെ ഞാൻ എടുക്കുന്നത് എന്താ? സൊല്യൂഷൻ. നിങ്ങൾ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താ? ഇങ്ങനെ ചെയ്താൽ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് സൊല്യൂഷന്റെ സൈഡിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. എങ്ങനെ? ഇവിടെ ആക്ച്വലി കോൺസെൻട്രേഷൻ കുറവാ. കോൺസെൻട്രേഷൻ കുറവുള്ള സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷന്റെ സൈഡിലേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന ഫിനോമിനനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സോൾവെന്റ് മോളിക്യൂളിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. മക്കളെ, ആ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിന്റെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒഴുക്കില്ലടാ, ആ ഒഴുക്ക് തടയാൻ വേണ്ടി നിങ്ങൾ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിന്റെ പേരാണ് പൈ അഥവാ ഓസ്മോട്ടിക് പ്രഷർ. മക്കളെ, ഓസ്മോട്ടിക് പ്രഷർ പൈ കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ ഇസ് ഈക്വൽ ടു CRT. സാറേ, സി എന്താ? സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി ആണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ സീൻ്റെ സ്ഥാനത്ത് നിങ്ങൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ കാണാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാൻ ചോദിക്കാറുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണല്ലോടാ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. റീകളക്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചു, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പഠിച്ചു, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് പഠിച്ചു, ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചു. എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചു. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എടുത്താലും അതിൽ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ 4 ഇക്വേഷൻ ഉപയോഗിച്ചും മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാൻ കഴിയും. പക്ഷെ പൊതുവെ നമ്മൾ പോളിമേഴ്സിൻ്റെയും അതേപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ ബയോമോളിക്യൂളുകളുടെ ഒക്കെ മൊളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം എന്താ അറിയോ? മറ്റു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിന് ചില അഡ്വാൻറ്റേജുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാടാ? അതിൽ ഒന്നാമത്തത്, ഇത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാ. മറ്റുള്ളത് പോലെയല്ല, ഫ്രീസ് ചെയ്യാനോ ബോയിൽ ചെയ്യാനോ ഒന്നും കാത്തിരിക്കേണ്ട. നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഇവിടെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. മൊളാലിറ്റി അല്ല, എന്താണ്? മൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്, മൊളാലിറ്റി അല്ല, മൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ്. മൂന്നാമത്തത്, എത്ര ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ലാർജ് ആയിരിക്കും, ഹൈ ആയിരിക്കും. എന്താ ഒന്നാമത്തെ പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് മൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, എത്ര ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി അതുകൊണ്ടാണ് ബയോമോളിക്യൂൾസിന്റെ ഒക്കെ മൊളാർ മാസ് മെഷർ ചെയ്യാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് മെത്തേഡാണ്? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഒരു ക്വസ്റ്റ്യൻ ആയത് നോക്കൂ. 400 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ആൻ aqueous solution of protein contains 1.2 gram of protein. ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് കാണാൻ എന്താ ചെയ്യുക?
ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ എഴുതുക. മോളാർ മാസ് ആണ് കാണേണ്ടത്, അയാളെ മുകളിലേക്ക് കൊണ്ടുപോയി പൈ താഴേക്ക് കൊണ്ടുവന്നു. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 1.26 ക്വസ്റ്റ്യനിലുണ്ട്, ഇൻറ്റു 1000 ആറിന്റെ വാല്യൂ 0.0821 ക്വസ്റ്റ്യനിലുണ്ട്, ടെമ്പറേച്ചർ 300 കെൽവിൻ ക്വസ്റ്റ്യനിലുണ്ട്, ഓസ്മോട്ടിക് പ്രഷർ 2.57 ഇൻറ്റു 10⁻⁴ ക്വസ്റ്റ്യനിലുണ്ട്, വോളിയം ഓഫ് സൊല്യൂഷൻ 400 സെന്റിമീറ്റർ ക്യൂബ് ആണ്, അഥവാ 400 മില്ലി ലിറ്റർ ആണ്, അതും ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാന്ന്. കാര്യം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓസ്മോട്ടിക് പ്രഷർ കാണാൻ പറഞ്ഞാലും മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാൻ പറഞ്ഞാലും പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി മക്കളെ നോക്കൂ, ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ, രണ്ട് സൊല്യൂഷൻസിൻ്റെ ഞാൻ എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു, ബി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു. രണ്ട് സൊല്യൂഷൻസിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അവരെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷറാ, ഓസ്മോട്ടിക് പ്രഷറാ. ഇനി മക്കൾ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകൾ ഉണ്ടല്ലോ, അവരുടെ ഓസ്മോട്ടിക് പ്രഷർ ആരുടെ ഓസ്മോട്ടിക് പ്രഷറിന് സെയിം ആണെന്നറിയോ? 0.9% NaCl സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷറിന് സെയിം ആണ്. ഇവരെ നമ്മൾ നോർമൽ സലൈൻ വാട്ടർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആണ് നോർമൽ സലൈൻ വാട്ടറിന്റെ ഓസ്മോട്ടിക് പ്രഷർ, അഥവാ 0.9% NaCl സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ. അതുകൊണ്ട് ഈ നോർമൽ സലൈൻ വാട്ടർ നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം, സേഫ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാം. അവിടെ ഓസ്മോസിസ് നടക്കില്ല, അവിടെ വേറൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. നോട്ട് ചെയ്യണം. ഇനി മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ മക്കളെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് എ ആണ്, രണ്ട് ബി ആണ്. എന്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ മക്കളെ അയാളെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്നാണ്. എന്ത് സൊല്യൂഷനാണ്? ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന. ഇനി മക്കളെ ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നാണ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നാണ്. എന്താ മക്കളെ? ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ ഹൈപ്പർട്ടോണിക്, കുറവാണെങ്കിൽ ഹൈപ്പോട്ടോണിക്. ഇനി അത് ഈക്വൽ ആണെങ്കിൽ ഐസോട്ടോണിക്. ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ 0.9% NaCl സൊല്യൂഷൻ അഥവാ നോർമൽ സലൈൻ വാട്ടറിന്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വൽ ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി മക്കൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെന്താണെന്നറിയോ? ഫ്രഷ് വാട്ടർ, അതായത് പ്യുവർ സോൾവെന്റ്. ഇത് സാൾട്ട് വാട്ടർ അഥവാ സൊല്യൂഷൻ. ഇത് പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്, ഇത് സൊല്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഓസ്മോസിസ് നടക്കും. സോൾവെന്റ് സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷന്റെ സൈഡിലേക്ക് ഒഴുകും. അതിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുക. ആ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിന്റെ പേരാണ് പൈ അഥവാ ഓസ്മോട്ടിക് പ്രഷർ. മക്കളെ, പൈ അഥവാ ഓസ്മോട്ടിക് പ്രഷർ. ഒരു കാര്യം ഞാൻ പറയാം, ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്താൽ ഓസ്മോസിസിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അഥവാ സൊല്യൂഷന്റെ സൈഡിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് സോൾവെന്റിന്റെ സൈഡിലേക്ക് സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ ഒഴുകും. അതിനെയാണ് ഓസ്മോസിസിന്റെ ഓപ്പോസിറ്റ് അഥവാ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. മക്കളെ, എന്താ വിളിക്കുക? റിവേഴ്സ് ഓസ്മോസിസ്. നോട്ട് ചെയ്ത് വെച്ചോ. റിവേഴ്സ് ഓസ്മോസിസിന് രണ്ട് അപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്, രണ്ട് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. എങ്ങനെയാ മക്കളെ? ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഓക്കെ ആണല്ലോ? ഇത് റിവേഴ്സ് ഓസ്മോസിസിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ആരപ്ലിക്കേഷൻ? റിവേഴ്സ് ഓസ്മോസിസിന്റെ അപ്ലിക്കേഷൻ. മറക്കണ്ട. അടുത്തത് നോക്കൂ, എന്താ റിവേഴ്സ് ഓസ്മോസിസ്? അതിന്റെ അപ്ലിക്കേഷൻ നമുക്കറിയാം. ഇനി പറയുന്നത് അബ്നോർമൽ മോളാർ മാസ്. മക്കളെ,
നമുക്ക് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഇക്വേഷൻ ഉണ്ട്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ എടുത്താലും അവിടെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസ് തെറ്റാറുണ്ട്, ശരിയല്ലാത്ത മോളാർ മാസ് കിട്ടാറുണ്ട്. അതിനെയാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് വിളിക്കുക. അങ്ങനെ അബ്നോർമാലിറ്റി ഉണ്ടാവാനുള്ള കാരണം സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് അസോസിയേഷനോ അല്ലെങ്കിൽ ഡിസോസിയേഷനോ ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ്. അസോസിയേഷനും ഡിസോസിയേഷനും ഒക്കെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സംഭവിച്ചാൽ അവിടെ കിട്ടുന്ന മോളാർ മാസിന് അബ്നോർമാലിറ്റി ഉണ്ടാവും. അപ്പൊ എത്രത്തോളം അബ്നോർമാലിറ്റി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ അഥവാ ഐ കാണാൻ, വാൻ ഡെ ഹോഫ് ഫാക്ടർ കാണാൻ നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കാം. നോക്കൂ, KCl എടുത്തു എന്ന് വിചാരിക്കുക. മക്കളെ, KClനെ സംബന്ധിച്ച് അവിടെ ഡിസോസിയേഷൻ ആണ് സംഭവിക്കുക. എന്താ സംഭവിക്കുക? ഡിസോസിയേഷൻ ആ സംഭവിക്കുക. മക്കളെ, ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ KCl ഡിസോസിയേറ്റ് ചെയ്താൽ K പ്ലസും Cl മൈനസും ഉണ്ടാവുക. അപ്പൊ വാൻ ഡെ ഫാക്ടർ കാണുക. എങ്ങനെ വാൻ ഡെ ഫാക്ടർ കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ. ആഫ്റ്റർ ഡിസോസിയേഷൻ 2 ആളുണ്ട്, ബിഫോർ 1 ഉണ്ടായിരുന്നുള്ളൂ. സോ വാൻ ഡെ ഫാക്ടർ 2. ഓക്കെ, ഇനി മക്കളെ നോക്കൂ, എത്തനോയിക് ആസിഡ് CH3COOH, ഇയാൾക്ക് അസോസിയേഷനാ സംഭവിക്കുക. നോട്ട് ചെയ്യണം, ഇയാൾക്ക് എന്താ സംഭവിക്കുക? അസോസിയേഷൻ ആണ് സംഭവിക്കുക. മക്കളെ, ഇയാൾ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ CH3COOH 2 എണ്ണം കൂടി ചേർന്ന് ഒന്നാവും. 2 എണ്ണം ഒന്നാവും, അതാണ് അസോസിയേഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ CH3COOH ട്വൈസ്. പറ, വാൻ ഡെ ഫാക്ടർ ആഫ്റ്റർ അസോസിയേഷൻ. ഇങ്ങോട്ടല്ല നോക്കുക, ഇങ്ങോട്ട്. ഇവിടെ 1 അല്ലേ ഉള്ളേ? 1 ഡിവൈഡഡ് ബൈ ബിഫോർ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 അല്ലേടാ വരിക? ആണോ? അല്ലേ? ആണ്, 0.5 ആണ് വരിക. അപ്പൊ മക്കളെ, എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള പോയിന്റ് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ഇങ്ങനെയാണ് വാൻ ഡെ ഫാക്ടർ കാണുക. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ വേണ്ട പൊട്ടാസ്യം സൾഫേറ്റ് K2SO4, ഇതിന്റെ വാൻ ഡെ ഫാക്ടർ ആണ്. എങ്ങനെ കാണുക? എല്ലാ അയോണിക് കോമ്പൗണ്ടുകൾക്കും ഡിസോസിയേഷനാ സംഭവിക്കുക. അപ്പൊ ഇയാൾ ഡിസോസിയേറ്റ് ചെയ്താൽ 2 K പ്ലസും 1 SO4 2 മൈനസും അല്ലേ ഉണ്ടാവുക. അപ്പൊ വാൻ ഡെ ഫാക്ടർ നിങ്ങൾ കാണുക. ആഫ്റ്റർ എത്ര എണ്ണം ഉണ്ട്, ബിഫോർ എത്ര എണ്ണം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ട് ആൻസർ എനിക്ക് കമന്റ് ചെയ്യണം. മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വാൻ ഡെ ഫാക്ടർ കാണാൻ പഠിക്കണം. അതിന്റെ തൊട്ടു മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നോക്കൂ, ഒരു വലിയ ചാപ്റ്ററിനെ ഒരു 40 മിനിറ്റിലേക്ക് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. ആ 40 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ആവശ്യമുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും മക്കളെ നിങ്ങൾ ഒഴിവാക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് yasin.sar_ലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്റ്റഡി ടിപ്സ് നൽകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഇതിലേക്ക് അയക്കുക. അപ്പം നന്നായിട്ട് മക്കളെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളെ കൂടെ ഞാനുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.